കാര്യമൊക്കെ അറിയാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായി അതൊക്കെ ഓരോരുത്തർക്ക് അറിയാത്തവർക്ക് വെച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെ പല പല വേദനകളൊക്കെ അത് എന്തെല്ലാം നമ്മുടെ ലൊക്കേഷൻ മറ്റുള്ളവർ എന്തിനാ അറിയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയുള്ള റൈറ്റില്ലല്ലോ വേറെ ഉണ്ടോ? നമ്മുടെ പ്രൈവസിയാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ പോലീസോ പോലീസോ ഇപ്പൊ കണ്ടതിനൊന്നും നമ്മളെ ഇതാക്കേണ്ട കാര്യങ്ങളൊന്നും ലൈറ്റ് കളയുക, ക്യാമറ ഓഫ് ആക്കുക, ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ ഓഫ് ആക്കുക, പിന്നെ പല പല കാര്യങ്ങളുണ്ട്. ആണോ? അല്ലല്ലോ അതൊക്കെ പലർക്കും സംഭവിക്കുന്നത്. ഇത് പോയോ? ഇന്നലെ പോയോ? നമ്മൾ ഇവിടെയൊക്കെ തന്നെ ജീവിച്ചു നമുക്കും അറിയാമല്ലോ. പണ്ടൊക്കെ ലൈറ്റ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരിക, നമ്മുടെ മോട്ടർ ഓൺ ആക്കിയിരിക്കുന്ന മോട്ടർ ഓഫ് ആക്കുക, ഒക്കെ ഇവിടെ മോട്ടർ ഓൺ ആക്കി അതൊക്കെ നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ട് നമ്മളോട് എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടും വിളിക്കുന്നത് ഭയങ്കര അതൊക്കെ ഈ വൈദ്യ പോകുന്നവരെങ്ങാണ്ട് ആരാണ്ട് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് വരിക എന്നുള്ള പറയുന്നത് കണ്ടവരൊക്കെ നമ്മുടെ വീട്ടിൽ പിന്നെ 5 ഇതിന് ക്യാമറ അടിച്ച് പൊട്ടിച്ച് ചുമ്മാ ഒന്ന് പൊട്ടിക്കും. അല്ലെങ്കിൽ ആരെ പൊട്ടിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അത് ചുമ്മാ ഒന്ന് പൊട്ടി വരും. പൊട്ടിച്ചിട്ടല്ലേ പൊട്ടിയത്? അങ്ങനെ കാര്യമുള്ള ഇതെല്ലാം ഉണ്ട് നമ്മുടെ മുന്നോട്ട്. നീ തന്നെ കണ്ടായിരുന്നല്ലോ മുടിവെല്ലാം മറ്റു പറ്റും നമ്മള് എന്തുവാ തുണി എടുക്കാൻ പോകാതെ തുണി എടുത്ത പോലെ ഇരിക്കുന്നത് അതെങ്ങനെയായിരിക്കും? ഞാൻ മുടി എടുക്കാറില്ലല്ലോ. എനിക്കറിയാമല്ലോ. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വർഷങ്ങൾ പോകാറേ ഇല്ല. ഇത് നമ്മുടെ പുതിയതൊക്കെ വലിച്ചു പറിച്ച് എടുക്കുക, വലിച്ചു പറിച്ച് എന്തുവാ മേടിയിൽ നിന്ന് താഴോട്ടുള്ള വലിച്ചു പറിച്ച് വെക്കുക, പുരുഷത്തിന്റെ കനമെല്ലാം കുറയ്ക്കുക, അതൊക്കെ പല പല വേദനകളുണ്ട്. അറിയാൻ വേണ്ടി എനിക്കറിയാം. വേദന വെച്ച് നമ്മുടെ പുള്ളിയുടെ കനം കുറയ്ക്കുക, വേദന വെച്ച് ഒഴിക്കുക, പിന്നെ വെള്ളത്തിനകത്ത് ആറ്റ് കലർത്തുക. അങ്ങനെ പലതും ഉണ്ട്. അത് പലതും നമ്മൾ ഇതാക്കി നമ്മുടെ മുഖമെല്ലാം പൊളിപ്പിക്കുക. മുഖത്തിന്റെ സ്കിന്നും ഈ കാലൊക്കെ പൊളിക്കുന്ന സ്കിന്നെടുത്ത് അവർക്ക് ടെസ്റ്റ് ചെയ്താലും അറിയാം ഈ ഡെഡ് സ്കിന്നാണെങ്കിൽ പൊളിക്കുന്ന സ്കിന്നാണെങ്കിലൊക്കെ അറിയാം. മനസ്സിലായി? ഇങ്ങനെ പൊളിച്ചതാണ് നമ്മുടെ കാലിലൊക്കെ പൊളിയ സ്കിന്നൊക്കെ ആണെങ്കിൽ കാലിന്റെ ആണെങ്കിലൊക്കെ അറിയാൻ പറ്റില്ല. അറിയാം. സയന്റിഫിക്കലി അറിയാൻ പറ്റും. ചുമ്മാ ഒന്നുമല്ല, അറിയാൻ പറ്റാതിരിക്കാനൊന്നും കേട്ടോ. പിഗ്മെന്റേഷൻ ഒന്നും അല്ല ഇത് പൊളിച്ച് ഇങ്ങനെ വരുന്നതെല്ലാം ഇത് നോക്കുന്നവർക്കറിയാം. മനസ്സിലായില്ലേ? സ്കിന്നെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇതിങ്ങനെ പൊള്ളി പറഞ്ഞിരിക്കുന്നതും അല്ലാത്തതും തമ്മിലുള്ള സ്കിന്ന് പിഗ്മെന്റേഷൻ എന്നൊക്കെ പറയുന്ന സാധനം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് സ്കിന്ന് ഡെഡായിട്ടൊന്നും ആയിരിക്കില്ല. ഇത് ചുമ്മാ ഇങ്ങനെ പൊള്ളിച്ചിതാക്കുന്നതും എല്ലാം തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പൊള്ളി മാറുന്ന ഇതാക്കിയതറിയാം. പിന്നെ അതുപോലെ നമ്മുടെ ബ്ലൂ പോയിസൺ ഗ്യാസ് നമുക്ക് ബ്ലൂ ടിന്റ് വരുന്നതൊക്കെ അതെല്ലാം അവർക്ക് മനസ്സിലാവും. ചുമ്മാ അല്ല. നമ്മുടെ മുഖത്തോട്ട് വെട്ടവാറൊക്കെ അടിക്കുമ്പോഴേ നമ്മുടെ ക്യാമറയിലൊക്കെ നമ്മുടെ ബ്ലൂ കളറിൽ കാണും. അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അതിനും ടെസ്റ്റ് ഉണ്ട്. ചുമ്മാ അല്ല. എന്തൊക്കെയാണുള്ളത് പിന്നെ ഒരാൾ ഇന്ന് രാവിലെ ഒരു വണ്ണം ഉച്ച കഴിയുമ്പോൾ വേറൊരു വണ്ണം അങ്ങനെയാണോ? അങ്ങനെയാണോ? ഹലോ, ഒന്നുമില്ലെന്നോ? ഒന്നുമില്ല. ഒന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നില്ലേ എന്താന്ന്. പിന്നെ എനിക്കങ്ങനൊന്നും വരാറില്ലല്ലോ. നമുക്ക് ഇപ്പോഴേ പുതിയ പുതിയ ഇതല്ലേ. അങ്ങനെ എനിക്കില്ല. അതിനൊക്കെ എന്താ പറയുക നമ്മുടെ ബ്രായൊന്ന് മുറിച്ച് പൊട്ടാൻ പോവുക, അതൊക്കെ ഒരു ക്രമക്കേടല്ലേ. മുറിച്ചൊന്ന് പൊട്ടുക. ഇന്നത്തെ രാവിലെ ഇരുന്ന ബ്രാ വൈകിട്ട് പറ്റില്ലേ. പല ബ്രാ സൈസ് വാങ്ങിച്ചിട്ടില്ല ഒരാൾ. അങ്ങനെയല്ലേ കാര്യം ബ്രായൊക്കെ ചുമ്മാ ഉള്ള കളക്കേണ്ടല്ലേ. ഇതൊക്കെ നമുക്ക് സയന്റിഫിക്കലി തെളിയിക്കാനുള്ളതല്ലേ.
അങ്ങനെ ഉണ്ട്, നല്ലപോലെ ഗ്യാസ് കുത്തി ചേർത്ത വണ്ണം വെക്കും. ഭയങ്കര ഡബിളിന്റെ സൈസ് ആവും. അതൊക്കെ നമുക്ക് ഇതെന്തോ ഇതിനകത്ത് എന്താ CCTV ക്യാമറ നോക്കി അറിയാമല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇതെന്തോ എന്റെ CCTV ക്യാമറയ്ക്കായിട്ട് തെളിവുണ്ടായിരുന്നില്ല. ഇപ്പൊ രാവിലെ ഒരു വണ്ണം, ഉച്ചയ്ക്ക് ചെയ്യുമ്പോൾ വേറൊരു വണ്ണം, എല്ലാം തെളിവുണ്ട്. വണ്ണം വെച്ചിട്ട് പല രീതിയിലാക്കുന്നതിന് നമുക്ക് തെളിയിക്കുക. തെളിവില്ലാത്ത കാര്യമില്ല. നമ്മളിപ്പോ ഒരു നേരം ആഹാരം, ഒരു നേരം സാധാരണ ആൾക്കാർ എത്ര നേരം ആഹാരം കഴിക്കുന്നില്ല? നീ എത്ര നേരം കഴിക്കും? ഹലോ, 3 നേരം കഴിക്കും. രാവിലെ എന്ത് കഴിക്കുന്നേ? ഉച്ചയ്ക്ക് ചോറൊന്നും രാത്രിയിലും ചോറൊക്കെ ഒന്നുമില്ലയോ? നമ്മൾ ഒരു നേരം കഴിക്കുന്നു, ഒരു നേരം കഴിക്കുന്നുണ്ട്. 2 മണിയാകുമ്പോഴാണ് ചോറ് ഇടുന്നത്. രാത്രിയിലൊന്നും ചോറ് ഉണ്ടാറില്ല. നമ്മളിങ്ങനെ അടിച്ച് രാവിലെ നല്ല വയറൊക്കെ ഒട്ടും വയറേ ഇല്ല. അപ്പൊ പിന്നെ ഒരു നേരം തിന്നുമ്പോഴത്തേന് അത്രയ്ക്ക് ഉണ്ടോന്ന് ചായ കുടിക്കുന്നില്ല, പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, പഞ്ചസാരയും ഉപയോഗിക്കുന്നില്ല. മനസ്സിലായി? അപ്പൊ അതൊക്കെ വണ്ണം കുറയുകയാണ് വേണ്ടത്. വണ്ണം ഡ്രാസ്റ്റിക്കലി കുറയണം. അന്നേരം ഇപ്പം ടെസ്റ്റിംഗ് ഇട്ടിരിക്കുന്നു. അടിച്ചു പല പല നമ്മള് ക്യാമറയുടെ അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മളെ ആത്മാറാട്ടം നടത്താൻ വേണ്ടിയിട്ട് അതുപോലെ വേദന ആ വേദനയും നമ്മളോട് വേണ്ട. നമ്മുടെ വീട്ടിലാണ് കഴിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ഞാൻ വീട്ടിൽ വല്ലതും പോകുന്നുണ്ടോ? ഞാൻ സാധാരണ കഥയുണ്ടാക്കുക, കഥയുണ്ടാക്കുന്ന നല്ല ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഹലോ, അങ്ങനെയൊക്കെ പറയണ്ട. എന്നെക്കുറിച്ച് അങ്ങനെ പറയണ്ട. നിന്നെക്കുറിച്ച് നല്ല പറയുന്നത് ഒന്നിയാസം പറഞ്ഞേക്ക് വരും. അങ്ങനെയൊന്നും പറയണ്ട. എന്നെക്കുറിച്ച് അങ്ങനെ പറയണ്ട. എന്നെക്കുറിച്ച് അങ്ങനെ പറയണ്ട. വണ്ടി ഇതുപോലെ കടയൊക്കെ കണ്ടിട്ടാ എന്തുവാ എന്റെ 5 CCTV ക്യാമറ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ കഥ ഇവിടെ വേണ്ട. എന്താ കഥ ഉണ്ടാക്കുമോ ഇങ്ങനെ? കഥ ഉണ്ടാക്കിയുള്ള ഇത് ഇനി ഇവിടെ ഇവരൊക്കെ വന്നാൽ വേറെ ആണുങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ കള്ള കല്യാണങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക, എന്റെ രക്ഷാധികാരിയാക്കാൻ നോക്കുക, ആകാൻ നോക്കുക. എന്റെ രക്ഷാധികാരി ഒന്നും ആരും അവന്റെ കാര്യമില്ല. ഞാൻ ഡിവോഴ്സ് ചെയ്ത് അവനെ കളഞ്ഞു. അവന്റെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതുപോലെ കുറ്റക്കാരി അവൻ നിന്റെ മോളെന്താടി അവിടെ നിൽക്കുന്നത്? നിന്റെ മോളെന്താ അവിടെ നിൽക്കുന്നത്? അവന്റെ മോളായതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഇവരെന്താ ചോദിക്കുന്ന കാര്യം? ഇവരെന്തോ ചോദിക്കുന്ന കാര്യം? സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾക്ക് ചോദിക്കേണ്ട കാര്യം ഇതൊക്കെ. ഞാൻ ഫാമിലി കോടതി വലിയ ബന്ധമില്ല അവന്. ഇതിന് ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നമുക്ക് നാട്ടുകാരോടൊക്കെ ആണെങ്കിൽ ചോദിച്ചില്ലായിരുന്നു. ഇവൻ ചോദിക്കുന്ന പോലെ വല്ല ചോദിക്കാനുള്ള റൈറ്റ് വരുന്നുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും രോഗം? ഹലോ, രോഗം എന്താണോ അവന്? അപ്പൊ അവൻ പിന്നെ അതിനെ ചീത്ത വിളിക്കുക, മുണ്ട് പൊക്കി കാണിക്കുക. എന്തൊരു രോഗം മുണ്ട് പൊക്കി കാണിക്കുന്ന രോഗമൊക്കെ? മുണ്ട് പൊക്കുന്നതൊക്കെ വേറെ വല്ലവരും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. മുണ്ടിൽ അവിടെ പൊയ്യെന്ന് പറയുന്ന അവിടെ വരുമായിട്ട് കിണക്കൊക്കെയാണ് ഉണ്ടാവും. അടിയിലെല്ലാം കാണിച്ചുകൊണ്ട് വരുമായിരുന്നെങ്കിൽ ആ തെണ്ടി കൈവരണം അങ്ങനെ ഉണ്ടോ? അയാള് വേറൊരു വീട്ടിൽ നിന്ന് അവിടോട്ട് വിളക്ക് കത്തിക്കാൻ വരത്തില്ലായിരുന്നു? വരത്തില്ലായിരുന്നു? അറിയിച്ചില്ലേ? അയാളെന്തോ അതുപോലെ കുളിച്ചിങ്ങനെ തുണി അടിയിലൊന്നും ഇടാതെ സാധാരണ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ വരുന്നവരൊക്കെ അടിയിലിട്ട അടിയിലെ ഇതിട്ടുണ്ടായിരുന്നു. അണ്ടർവെയർ ഇവരെ അണ്ടർവെയറൊന്നും ഇടാതെ കുറച്ചെല്ലാം കാണിച്ചുകൊണ്ട് അവൻ പണ്ട് വരുമായിരുന്നു. തെമ്മാടി ഇതിന്റെ തെമ്മാടി പറയുന്നത് ഞാൻ പോയി കളവ് നോക്കണം. കുറേ പറഞ്ഞതാണ്. എന്താ രോഗം രോഗം കുറെ ഇങ്ങനത്തെ പറഞ്ഞതാണ്. കുറെ നോക്കിയതാണ് ഹലോ.